അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വകഫാ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ ഹുദാ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതാകും മിൻ കുല്ലി മാ സഅൽതുമൂ വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഉതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കാരുണ്യവാനായ അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ സുഗമമായ ജീവിതത്തിന്, സന്തോഷകരമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. നാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെല്ലാം ആവശ്യമാണോ അത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ച ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 34-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. നിങ്ങൾ അല്ലാഹുവിനോട് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും വആതാകും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രപഞ്ച ലോകം മുഴുവനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടി, മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് തൊട്ടടുത്ത വാചകത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന നമ്മളോട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. എന്നിട്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും മനുഷ്യൻ ലളൂമുൻ, അവൻ വലിയ അക്രമിയാണ്. കഫാർ, വളരെയേറെ നന്ദി കെട്ടവനാണ്. അല്ലാഹു മനുഷ്യന്റെ ഒരു സ്വഭാവം പറയുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. നമ്മൾ ആരെങ്കിലും ഈ ലോകത്തേക്ക് പിറന്നു വീണപ്പോൾ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നമ്മുടെ മാതാവിന്റെ ഉദരത്തിലേക്ക് നമ്മൾ പിറന്നു വീഴുമ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടേതെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമുക്കൊന്നുമില്ല. നമ്മൾ
ശൂന്യമായ കയ്യുമായിട്ടാണ് ഈ ലോകത്തേക്ക് പിറന്നു വീണത്. ഇതുപോലെ ഒരു ദിനം നമ്മൾ ഈ ലോകത്ത് നിന്നും യാത്രയാകേണ്ടവരുമാണ്. ഇന്ന് നമുക്ക് എന്തെല്ലാം ഉണ്ടോ എന്റേത് എന്ന് അവകാശപ്പെടാൻ ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വിലമതിക്കാനാവാത്ത, അമൂല്യമായ, അപാരമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നത് സമ്പൽ സമൃദ്ധിയും ഭൗതികമായ സുഖ സൗകര്യങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ആരോഗ്യം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സമ്പത്തല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ധനം നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തോടു കൂടി മരണം വരെ ജീവിച്ച് മരണപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. ആരെയും കഷ്ടപ്പെടുത്താതെ, ആർക്കും ഭാരമാകാതെ, നമ്മൾ മരണപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കാതെ ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യവാന്മാരായിട്ട് മരണപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. 4 വാള്യം വരുന്ന ഒരു വലിയ കിതാബ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്കൊന്ന് പോകണം. നമ്മൾ മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ എത്ര സുഖിമാന്മാരാണ്, എത്ര അനുഗ്രഹം നമുക്ക് ലഭിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്യാൻസർ രോഗം പിടിപെട്ട് ഡയാലിസിസ് ചെയ്ത് കഴിയുന്ന രോഗികളെ നമുക്ക് ക്യാൻസർ സെന്ററിൽ കാണാൻ കഴിയും. വൃക്ക ഫെയിലിയറായി, വൃക്കയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഷുഗർ കൂടി കൈകാലുകൾ മുറിക്കപ്പെട്ട് വ്രണമൊഴുകുന്ന ശരീരവുമായി, കൈകാലുകളുമായി മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിലൂടെ നടക്കുന്ന ഒരുപാട് രോഗികളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇന്ന് പല വീടുകളിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് ക്യാൻസർ രോഗം പോലുള്ള, ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ട് ശയ്യാലംബികളായി കഴിയുന്ന എത്രയോ സഹോദരീ സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്താനാവാതെ മാസങ്ങളോളം സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്ന് കിടക്കുന്ന കിടക്കയിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, അല്ലാഹു അവർക്കൊക്കെ പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരവസ്ഥയാണല്ലേ! അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ വിലയറിയണമെങ്കിൽ ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകണം. അള്ളാഹു തന്ന ആരോഗ്യത്തിന്റെ വില അതെപ്പോഴേ നമുക്ക് ബോധ്യമാകുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനാകുന്ന അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. നമ്മളെല്ലാം സത്യവിശ്വാസികളാണ്. ഒരു മനുഷ്യൻ അല്ലാഹു തആല ഈമാൻ കൊടുത്തതിന് ശേഷം അല്ലാഹു തആല പിന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ആരോഗ്യമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റിഫാഅത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക
ലോകത്തിന്റെ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഖാമ അബൂബക്കറിനെ സിദ്ദീഖു അലൽ മിമ്പർ. മിമ്പറിൽ കയറി നിന്ന് പ്രസംഗം നടത്തുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുമ്മ ബക്ക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ കരഞ്ഞു. നിയന്ത്രിക്കാനാവാത്ത നിലം കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. സുമ്മ ബക്ക. ഫഖാല റാഫി ഇബ്നു റിഫാഅത്ത് ഇബ്നു റാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ അവ്വൽ അലൽ മിമ്പർ. ഹിജ്റ 1-ാം വർഷം ഈ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. സുമ്മ ബക്ക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. ഈ ഒരു രംഗം മനസ്സിലേക്ക് ഓടി വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതാണ് മിമ്പറിൽ നിന്നുകൊണ്ട്. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങൾ അല്ലാഹുവിനോട് 2 കാര്യങ്ങൾ ചോദിക്കണം. ഒന്ന് അഫു ആണ്, 2 ആഫിയത്താണ്. അഫു എന്ന് പറഞ്ഞാൽ മാപ്പ് ചോദിക്കണം. ചെയ്തു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കണം. റബ്ബിനോട് പാപമോചനം അർത്ഥിക്കണം. ആ റബ്ബിനോട് നിങ്ങൾ മാപ്പ് കേഴണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം. ആഫിയത്ത് പറഞ്ഞാൽ ആരോഗ്യത്തെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം. ഫഇന്ന അഹദൻ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലം യുഅത ബഅദൽ യഖീൻ, ദൃഢമായ വിശ്വാസത്തിന് ശേഷം യഥാർത്ഥമായ വിശ്വാസം പുൽകാൻ ഒരു മനുഷ്യന് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അമൂല്യമായ അനുഗ്രഹം അൽ ആഫിയ, ആരോഗ്യമാണ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈമാന് ശേഷം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഖൈറൻ മിനൽ ആഫിയ. ആഫിയത്തിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഒരു മനുഷ്യനും കൊടുക്കുന്നില്ല. സമ്പത്തല്ല അനുഗ്രഹം, മറ്റ് ഭൗതികമായ സമ്പൽ സമൃദ്ധിയോ മറ്റധികാരങ്ങളോ മറ്റ് ജോലിയോ ഉദ്യോഗമോ ഒന്നുമല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതൊക്കെ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ഞാൻ പറയട്ടെ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുത്തു, നമ്മൾ നിന്ന് പറയും അയാൾ വലിയ അനുഗ്രഹമുള്ള ആളാണ്, വലിയ സമ്പത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള സമ്പത്തുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് മുഴുവനും അയാൾക്കുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അയാൾ മാസങ്ങളായിട്ട് കിടപ്പിലാണ്, പറ്റേ കിടപ്പിലാണ്. തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. പ്രാഥമിക കാര്യങ്ങൾ പോലും കിടന്ന കിടപ്പിലാണ് നിർവഹിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് സമ്പത്തുകളുണ്ട്, ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. ആ മനുഷ്യന് ഈ സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ? അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നന്നായിട്ട് ഉപ്പും മുളകും കൂട്ടി ഒരു നല്ല കറി കൂട്ടാൻ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത്, പഞ്ചസാരയിട്ട് നല്ല ഒരു ചായ കുടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരുപാട് സമ്പത്തുണ്ട്. ഇന്നിപ്പോ പണ്ടൊക്കെ നമ്മൾ വീട്ടിലോട്ട് കയറി ചെന്നാൽ ചായ നമുക്ക് ഇഷ്ടപ്പെട്ട ചോദിച്ച് കാപ്പിയൊക്കെ ചോദിച്ച് തരും. ഇന്നിപ്പം കയറി ചെല്ലുന്നത് അടുക്കളയിൽ നിന്നും അവിടുത്തെ സഹോദരിമാരെ വിളിച്ചു ചോദിക്കും, മധുരമിടണോ വേണ്ടയോ എന്നാണ്. എല്ലാവർക്കും വ്യാപകമായി ഷുഗർ പോലുള്ള രോഗങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചസാര മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ചാക്കുംപടി പഞ്ചസാര മേടിക്കാൻ പണമുണ്ട്. പക്ഷേ ഒരു സ്പൂൺ പഞ്ചസാര ചായയിലൂടെ മറ്റ് പാനീയത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ അത് പ്രയാസമാണ്. പഞ്ചസാര കൂട്ടാൻ കഴിയുന്നില്ല, ഉപ്പ് കൂട്ടാൻ കഴിയുന്നില്ല,
ഉപ്പും മുളകും കൂട്ടി നല്ലൊരു കറി കൂട്ടി ചോറുണ്ണാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ സമ്പത്ത് കൊണ്ട് എന്ത് ഗുണവന്? അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏറ്റവും വലിയ അനുഗ്രഹം, ഈമാന് ശേഷം അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽ ആഫിയത്തു, ആഫിയത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ പറഞ്ഞല്ലോ മിമ്പറിൽ നിന്ന് പ്രവാചകൻ കരയുകയാണ് ഇത് പറയുമ്പോൾ. ലിഅന്നഹു അലിമ ബുകൂഅ ഉമ്മത്തിഹി ഫിൽ ഫിതൻ. എന്തിനാണ് പ്രവാചകൻ കരഞ്ഞത്? എനിക്ക് ശേഷം വരുന്ന എന്റെ സമുദായം ഫിത്നകളിൽ അകപ്പെടും, പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും എന്റെ സമൂഹം അകപ്പെട്ടു പോകും. സമ്പത്ത് വാരിക്കൂട്ടാൻ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ എന്റെ സമൂഹം അത്യാഗ്രഹികളായിരുന്ന ഒരു കാലം സംജാതമാകാനിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർത്ത് അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ. സഹാബത്തെ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, സമ്പത്ത് വാരിക്കൂട്ടാൻ അത്യാഗ്രഹം കാണിക്കുന്ന സമുദായം അറിയണം, ഇതല്ല അനുഗ്രഹം. സമ്പത്തല്ല ഏറ്റവും വലിയ അനുഗ്രഹം, മറ്റൊന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം. സലുല്ലാഹൽ ആഫിയ, ആഫിയത്താണ്, ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് സലുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ല ആഫിയത്ത, ആരോഗ്യത്തെ ചോദിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും പടച്ചവരോട് ചോദിക്കാറുണ്ട്, അള്ളാഹുവിനോട് നമ്മൾ ആരോഗ്യത്തെ ചോദിക്കാറുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക സ്വസ്ഥമായി. ഞാൻ പലതും ചോദിക്കുന്നു, പക്ഷെ എൻ്റെ റബ്ബിനോട് എനിക്ക് നീ ആരോഗ്യം തരണം, നീ നൽകിയ ആരോഗ്യം എനിക്ക് നിലനിർത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ? വലിയൊരു പ്രാർത്ഥനയാണത്. പ്രവാചകന്റെ പിതൃവ്യൻ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിമി ഷൈഅൻ അസ്അലുഹു അല്ലാഹ അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലയോട് ചോദിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നാൽ നബിയെ, ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അദ്ദേഹം വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. വലിയൊരു പ്രാർത്ഥന നബി തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയെ സമീപിച്ചപ്പോൾ പ്രവാചകൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, സലില്ലാഹൽ ആഫിയ. നീ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുക, ആഫിയത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം തിരിച്ചുപോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവാചകന്റെ ഹദറത്തിൽ അവിടുത്തെയുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. അല്ലിബ്നി ഷൈഅൻ അസ്അലുഹു അല്ലാഹ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ആഫിയ. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ അൽ അബ്ബാസ് എന്നവരെ, സലില്ലാഹൽ ആഫിയ, താങ്കൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, ഫിദ്ദുനിയ വൽ ആഖിറ. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദുആ, നമ്മൾ ഏറ്റവും പ്രധാനമായി പടച്ചവനോട് ചോദിക്കേണ്ടത് ഇന്ന് ഈ ജുമാ നമസ്കാരം മുതൽ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, എനിക്ക് ആരോഗ്യം തരണം, അല്ലാഹുവേ എനിക്ക് ആരോഗ്യം തരണം, ആഫിയത്ത് തരണം എന്നായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. നമ്മൾ ളുഹർ നമസ്കാരത്തിനോ അസ്റിനോ മഗ്രിബിനോ ഇശായിക്കോ ഏത് സമയത്താണെങ്കിലും ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിലേക്ക് കയറി ആ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കുന്ന ആ നമസ്കാരത്തെ, ഫർള് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ഒരു പ്രാർത്ഥന സലുല്ലാഹൽ ആഫിയ, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുവേ നീ എനിക്ക് ആരോഗ്യം തരണേ, എനിക്ക് നീ ആരോഗ്യം തരണേ എന്നായിരിക്കണം. അതിനധികം സമയമൊന്നും വേണ്ട. ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയ്ക്ക് ഒരു അര മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചവനെ നമ്മൾ സ്തുതിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമുക്ക് അറബി അറിയാമെങ്കിൽ അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ആഫിനി എന്ന് നമ്മൾ പറയണം. അല്ലാഹുവേ എനിക്ക് ആരോഗ്യം തരണം. ഇനി അത് മറന്നുപോയാൽ മലയാളത്തിൽ പറയണം, അല്ലാഹുവേ എനിക്ക് ആരോഗ്യം തരണമേ എന്ന്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള കുറഞ്ഞ സമയത്ത് പടച്ച തമ്പുരാനോട് അവന്റെ അടിമ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം എത്ര വലിയ അനുഗ്രഹമാണ്, നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നി അസ്മഉക തദ്ഉ കുല്ല ഖദാത്തിൻ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും ഒരു പ്രാർത്ഥന നടത്തുമായിരുന്നു. അത് മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു. ഉറക്കെ പ്രാർത്ഥിക്കണം വീട്ടിൽ, മക്കൾ കേൾക്കട്ടെ, അവര് പഠിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാർച്ചല്യാണ്. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അന്ത തുഈദുഹാ സലാസൻ ഹീന തുസ്ബിഹു വ ഹീന തുംസി. എല്ലാ ദിവസവും സുബഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം 3 പ്രാവശ്യം അദ്ദേഹം ഈ പ്രാർത്ഥന ആവർത്തിച്ചു പറയും. മഗ്രിബ് നമസ്കരിച്ചതിന് ശേഷവും 3 പ്രാവശ്യം ഇങ്ങനെ ഇദ്ദേഹം ആവർത്തിച്ചു പറയും. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ ബിഹിന്ന. നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ. ഫഅന ഉഹിബ്ബു അൻ അസ്തുന്ന ബിസുന്നതിഹി. എൻ്റെ ഹബീബിന്റെ ചര്യ പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. നമ്മളും പ്രവാചകനെ പിന്തുടർന്നത് ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇത്രേ ഉള്ളൂ ദുആ. ആരും ഉറങ്ങല്ലേ? എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ആഫിനി ഫീ ബദനി, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണം. വആഫിനി ഫീ സംഇ, എൻ്റെ കേൾവി നീ നിലനിർത്തി തരണം. വആഫിനി ഫീ ബസരി, എൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാതെ എൻ്റെ കാഴ്ചയും നീ നിലനിർത്തി തരണം എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാം പെട്ടില്ലേ? ശരീരത്തിന്റെ ആരോഗ്യം. ഈ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ ആർക്ക് വേണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും വേണോ? അസുഖമായിട്ട് കിടന്നാൽ ഞാൻ തന്നെ പല പള്ളികളിലും പല പള്ളികളിൽ നിൽക്കുമ്പോൾ പല ആളുകളും വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാപ്പായ അത്തായ നോക്കി മടുത്തു, മലവും മൂത്രവും കോരി ഞങ്ങൾ മടുത്തു. വീടൊക്കെ വെളിയിൽ നിന്ന് ആരെങ്കിലും കയറി വരുമ്പം ആകപ്പാട മലമൂത്ര വിസർജനത്തിന്റെ ദുർഗന്ധമാണ്, പെരയാകെ ദുർഗന്ധം വമിക്കുന്നു. അതുകൊണ്ട് വാപ്പ ഒന്നും മരണപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാതെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്ന മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരവസ്ഥ നമുക്കുണ്ടാകരുത്.
നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മക്കൾ, ആ മക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളാൽ അവഗണിക്കപ്പെടുന്ന വൃദ്ധരായ മാതാപിതാക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്, ഞാൻ എൻ്റെ മക്കൾക്ക് ഭാരമാകരുത്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭാരമാകരുത്, ഞാൻ ആർക്കും ഭാരമാകരുത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹ് നീ എനിക്ക് ആരോഗ്യം തരണം, ആരോഗ്യം തരണം. അത്ര വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലാരും നമുക്ക് കാണും, സിറ്റിയിലേക്ക് ഇറങ്ങിയാൽ തോളെ കൈയിടാനും ചായ വാങ്ങിത്തരാനും പല ഹോട്ടലുകളിൽ പോയി അൽഫാമും മന്തിയൊക്കെ മേടിച്ചു തരാനും കമ്പനി കൂടാനും ടൂറ് പോകാനും ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കാണും. പ്രിയപ്പെട്ടവരെ, ഒരു 2 ദിവസം സുഖമില്ലാന്ന് കിടന്നു നോക്കട്ടെ, എത്ര പേര് കാണും? എത്ര പേര് കാണും? നമുക്ക് ആരും നമുക്ക് കാണില്ല. ആപത്ത് ഘട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെ ഒരു സുഹൃത്ത് എത്ര പേർക്കുണ്ടാകും? അതുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇത് നബി തങ്ങൾ ചെയ്ത ദുആയാണ്. ഇത് നമ്മൾ ചെയ്യണം, പ്രവാചകന്റെ സുന്നത്താണ്. ഇത് പഠിക്കാൻ താല്പര്യമുള്ള സഹോദരന്മാർ ഇൻഷാ അല്ലാഹ് എൻ്റെ അടുക്ക വരും, ഞാനിത് എഴുതി തരാൻ, നിങ്ങൾക്ക് പഠിക്കണം. എളുപ്പമല്ലേ? ചെല്ലാൻ്റെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഉറക്കെ ചെല്ലിക്ക്. എന്തിനാ നമ്മൾ നാണിക്കുന്നത്? ചെല്ലി പഠിക്കുക. ജുമാ എന്ന് പറഞ്ഞാൽ ഈ കുറെ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും പ്രസംഗിക്കാനൊന്നും ഞാൻ ധരിക്കുന്നില്ല. നിങ്ങൾ ഈ ജുമാടെ ആഴ്ചയിൽ ഒരു ദിവസം ഈ പള്ളിയിൽ വന്നിരുന്നിട്ട് നിങ്ങളൊരു പ്രാർത്ഥന പഠിച്ചോണ്ട് പോയാൽ അന്നത്തെ ജുമാ നിങ്ങൾക്ക് ഫലവത്തായി. അല്ലാതെ കുറെ ലോക കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയകളിലൂടെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത്? നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് ഖുർആനും ഹദീസും പ്രവാചകന്റെ പ്രാർത്ഥനകളും. അതൊക്കെയാണ് നമ്മൾ ജുമായിക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഉറക്കെ പറയും, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. പോരാ പോരാ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളെ ചെറുതാക്കിക്കൊണ്ടല്ല, നമ്മുടെ നാക്കിന് ഇത് പഴകുമെന്നറിയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇത് പഠിക്കും. സുബഹി നമസ്കരിക്കണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം നമ്മൾ ഈ ദുആ ചെയ്യണം. മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും പ്രിയപ്പെട്ടവരെ 3 പ്രാവശ്യം ഈ ദുആ നമ്മൾ ചെയ്യണം. അല്ലാഹു തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകി മരണം വരെ ആരോഗ്യത്തോടുകൂടിയുള്ള ഒരു ജീവിതം റബ്ബ് നമുക്ക് സമ്മാനിക്കും. മനസ്സറിഞ്ഞ് പറച്ചവനോട് മനമുരുകി പ്രാർത്ഥിക്കും. ഈ ആരോഗ്യമാണ് എല്ലാത്തിനേക്കാളും വലുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന്റെ വില നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരവയവമാണല്ലോ നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്, അല്ലെ? ഇന്ന് വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പഠനം, മുക്കിന് ഡയാലിസിസ് സെന്ററുകൾ കൂണുപോലെ പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ്, കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്യാൻസർ രോഗം ഓരോ വർഷവും 60,000 ക്യാൻസർ രോഗികളാണ് നമ്മുടെ കേരളത്തിലുണ്ടാകുന്നത്, നമ്മുടെ സംസ്ഥാനത്തിലുണ്ടാകുന്നത്. ഓരോ വർഷവും 60,000 ആളുകൾ വീതം ക്യാൻസർ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. രോഗം കുറയുന്നില്ല, രോഗം വർദ്ധിക്കുകയാണ്. ക്യാൻസർ രോഗം, വൃക്ക രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ വൃക്ക എങ്ങാനും അപകടത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെറും 140 ഗ്രാം ഭാരമുള്ള, വെറും 11 സെന്റിമീറ്റർ നീളമുള്ള, 8 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പയറിന്റെ ആകൃതിയിലുള്ള 2 ചെറിയ അവയവമാണ് നമ്മുടെ വൃക്ക. ആ വൃക്കക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മൂത്രം പുറത്തേക്ക് പോകും. എന്താണ് ഈ വൃക്കയുടെ ധർമ്മം? എന്താണ്? നമ്മുടെ രക്തത്തെ ശുദ്ധീകരിച്ച് മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഒരു സേവനം ചെയ്യുന്ന വൃക്ക.
എപ്പോഴെങ്കിലും അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, നമ്മുടെ വൃക്ക ഫെയിലിയർ ആയി പോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂത്രം ഒഴിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രക്തത്തിലേക്കും മൂത്രം കലർന്നുകൊണ്ട് ശരീരം നീര് വയ്ക്കും. കണ്ടിട്ടില്ലേ വൃക്ക രോഗികളെ? എന്തൊരവസ്ഥയായിരിക്കും. വേദന സഹിക്കാൻ പറ്റുമോ? പിന്നെ ഡയാലിസിസ് ചെയ്യണം. നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു ഉസ്താദ്, ഒരു വൃക്ക രോഗിയായ ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റിവെച്ച് സുഖം പ്രാപിച്ച് അദ്ദേഹം ഒരു പള്ളിയിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തെ കാണാൻ പോയപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ഷാജഹാൻ മൗലവി, വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ചുണ്ടുണങ്ങുന്നുണ്ട്, തൊണ്ട വരളുന്നുണ്ട്, പക്ഷെ വെള്ളം കുടിക്കാൻ എനിക്ക് അനുവാദമില്ല. വൃക്കരണ്യം തകരാറിലായ ഉസ്താദ് പറഞ്ഞതാണ്. ഇതെല്ലാവർക്കും ഇതേ കാര്യമായിരിക്കും എല്ലാ വൃക്ക രോഗികൾക്കും പറയാനുള്ളത്. യഥേഷ്ടം വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നിടത്തുനിന്നെല്ലാം ചായയും കാപ്പിയും ജ്യൂസും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വൃക്ക എങ്ങാനും തകരാറിലായാൽ നമുക്ക് ആ ജ്യൂസ് കുടിക്കാൻ പറ്റുമോ? നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടപ്പെട്ട വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് പടച്ചവൻ തന്ന അനുഗ്രഹം. ഈ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ, ഇവിടെ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാബ ആഫാനി. ഇതൊക്കെ മദ്രസ പഠിപ്പിക്കുമ്പം ഇതിന്റെയൊക്കെ ഗൗരവം ഇത്ര ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്താ, ബാത്റൂമിൽ കയറുമ്പം ഇടതുകാല് വെച്ച് കയറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് പറയണം. ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണം. ഇറങ്ങി വരുമ്പോൾ വലതുകാല് മുന്തിക്കണം. അൽഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാബ ആഫാനി എന്ന് പറയണം എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുമ്പം അതിന്റെ പൊരുള് എത്ര വലുതാണ്. ഫ്രാനക, ഇന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എത്ര പേര് ഇത് പഠിച്ചിട്ടുണ്ട്? പഠിക്കണം. ഫ്രാനകൽ ഹംദു, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനം തേടുകയാണ്. അൽഹംദുലില്ലാഹ്, പിന്നെ നമ്മൾ പറയുന്ന വാചകം സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാകുന്നു. അല്ലദീ അദ്ഹബ അന്നിയൽ അദാബ ആഫാനി, എന്റെ ഉപദ്രവങ്ങളെയും പ്രയാസങ്ങളെയും ദൂരീകരിച്ച അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. യഥേഷ്ടം ബാത്റൂമിൽ പോകുമ്പോൾ വിസർജനം നടത്താൻ സാധിക്കുന്ന നമ്മൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല പ്രിയപ്പെട്ടവരെ. ഉദ്ദേശിക്കുന്ന സമയത്ത് വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് പോയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതാണ്. ഈ പ്രയാസം മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ബാത്റൂമിലേക്ക് പോകാൻ ആവശ്യം നേരിടുമ്പോൾ ബാത്റൂമിൽ പോയി യഥേഷ്ടം കാര്യം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ആ അനുഗ്രഹം മനസ്സിലാക്കിയവൻ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാബ ആഫാനി, എന്റെ പ്രയാസങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും നീക്കി തന്ന് സ്വസ്ഥമായി സുഗമമായി എനിക്ക് വിസർജനം നടത്താൻ ഭാഗ്യം നൽകിയ അല്ലാഹ് നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ സമയം അവസാനിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നിങ്ങൾ ഈ ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും പങ്കെടുക്കണം. ഞാനിവിടെ ക്യാൻസർ വരുത്തല്ലേ, വൃക്ക തകരാറിലാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യും. അത് കേട്ടിട്ട് കുറെ സഹോദരന്മാർ വെളിയിലായിരിക്കും. അവർ മറ്റു പല ഭൗതിക വർത്തമാനങ്ങളിലും കാര്യങ്ങളിലുമായിരിക്കും. പള്ളിയിലിരിക്കുന്നവർ പോലും ആമീൻ പറയുന്നില്ല. നിങ്ങൾ ഉറക്കെ ഹൃദയ സാന്നിധ്യത്തോടെ നിങ്ങൾ ആമീൻ പറയണം. മനസ്സിലായി? എല്ലാവരും ആ ദുആയ്ക്ക് ഇരിക്കണം. ദുആയ്ക്ക് ശേഷമുള്ള ദുആ വളരെ സ്വീകാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി പറഞ്ഞു, മൻ സറഹു അയസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ ഖർബ്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത്
നിങ്ങളുടെ ഐശ്വര്യത്തിന്റെ സമയത്ത്, നിങ്ങളുടെ ക്ഷേമത്തിന്റെ കാലഘട്ടത്തിൽ പടച്ചവനോട് നിങ്ങൾ ദുആ പെരുപ്പിക്കണം. ഇപ്പൊ നമ്മൾ സാറിന് ദുആ ചെയ്യുന്ന എങ്ങനെയാ? ഇപ്പൊ അല്ലാഹുവേ കടം വീട്ടി തരണേ, കടബാധ്യതയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമീൻ ഉറക്കെ പറയും. ക്യാൻസർ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആരെങ്കിലും ക്യാൻസർ രോഗികൾ അവര് ആ ഭാഗം എത്തുമ്പോൾ ദുആ ഉറക്കെ പറയും, ആമീൻ ഉറക്കെ പറയും. അങ്ങനെയല്ല, എല്ലാ രോഗങ്ങളും ഏത് പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളായാലും അത് പിടിപെട്ടതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് ആരോഗ്യമുള്ള സമയത്ത്, സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ, ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലയളവിൽ പടച്ചവനോ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസരങ്ങളിൽ റബ്ബിനോട് പ്രാർത്ഥനയിലൂടെ അടുത്താൽ മാത്രമേ പ്രയാസത്തിന്റെയും പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും ബാധിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കിപ്പോ ദുആ ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആരും വിചാരിക്കണ്ട. എല്ലാവരും ജുമായ്ക്ക് ശേഷമുള്ള ദുആയിൽ നമ്മൾ പങ്കെടുക്കണം. പടച്ചവനോട് ആ ദുആയ്ക്ക് ആമീൻ പറയണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മളെല്ലാം നടന്ന് ആരോഗ്യത്തോടെ ആരുടെയും സഹായമില്ലാതെ പള്ളിയിലേക്ക് വന്ന് അല്ലാഹു മരണം വരെ ഇങ്ങനെ നടക്കാനും ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. അതുകൊണ്ട് നമ്മുടെ കണ്ണ് അല്ലാഹുവിന്റെ ആരോഗ്യമാണ്. ഇന്ന സമഅ, നമ്മുടെ കേൾവി, വൽ ബസറ, നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണ്, വൽ ഫുആദ, നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്ത, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം റബ്ബു തആല നമുക്ക് നൽകിയിരിക്കുന്നത് ലഅല്ലകും തഷ്കുറൂൻ, നമ്മൾ ശുക്റുള്ളവരാകാൻ വേണ്ടിയാണ്, നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ച റബ്ബിന് വേണ്ടി നമ്മുടെ ഈ അനുഗ്രഹമാകുന്ന ആരോഗ്യത്തെ നമ്മൾ സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റബ്ബ് കൽപ്പിച്ച പോലെ ജീവിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് നിങ്ങൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് എത്തിച്ചേരണം. നിങ്ങൾ കൃത്യമായിട്ട് ആ തൈക്കാഫിൽ വരികയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഹദീസ് വെച്ച് രാവിലെ 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്റെ മുമ്പിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ബംഗാളികളായ സഹോദരന്മാരിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുകയില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അത് വായിക്കുന്നില്ല. നിങ്ങൾ ഒരു ദിവസം പള്ളിയിലേക്ക് ഒരു 3 മിനിറ്റ് ഒരു പ്രാർത്ഥന, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, ഈ ദുആകളെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വരണം ഇൻഷാ അല്ലാഹ്. സുബഹി നമസ്കാരം മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകിയ ആരോഗ്യം, അസ്സലാത്തു ഖൈറൻ മിനൻ നൗം എന്ന് നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉറക്കിനേക്കാൾ ഉൾക്കിഷ്ടം നമസ്കാരമാണല്ലോ എന്ന് പറയപ്പെടുമ്പോൾ റബ്ബിനിക്ക് നൽകിയ ആരോഗ്യം എന്റെ റബ്ബിന്റെ വിളി കേട്ട് പള്ളിയിൽ പോകാനുള്ളതാണെന്ന ചിന്തയോടുകൂടി ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളിയുമായിട്ട് ബന്ധപ്പെടണം. നമസ്കാരാദി കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇബാദത്തിലായി നമ്മുടെ ആരോഗ്യത്തെ വിനിയോഗിച്ച് അവന്റെ കൽപ്പന നിരോധനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ